നമുക്കൊരു പനി പിടിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല, വഅലൈക്കും അസ്സലാം എന്ന് പറയാനുള്ള ജീവൻ ഉണ്ടാവില്ല. നമ്മളങ്ങ് തളർന്നു പോകും, വിഷമിച്ചു പോകും. ക്ഷീണിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് വർത്താനം പറയുക? നമ്മൾ വിചാരിക്കുക ആരും വിളിക്കാണ്ടിരുന്നെങ്കിൽ സംസാരിക്കാൻ വയ്യല്ലോ. മരണമാസന്നമാകുമ്പോൾ എന്തായിരിക്കും പടച്ചവനെ ആ അനുഭവം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായ നേരം നീണ്ട ചില സംസാരങ്ങൾ, അത് ഉമ്മത്തിന് പങ്കുവച്ച ചില അനുഭവങ്ങൾ. യാ ബുനയ്യ ഇന്ന അംറൽ മൗതി അഅളമു മിൻ അൻ യൂസഫ്, മോനെ മരണത്തിൻ്റെ വിഷയം വിവരണാതീതമാണ്, പറഞ്ഞു തരാൻ, അത് പൂർണ്ണമായും വിവരിച്ചു തരാൻ സാധ്യമല്ല. പക്ഷേ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരാം എന്താണ് അനുഭവമെന്ന്. ഉഹിസ്സുക അന്ന ജബല റിദ്വാ അലാ ഉനുഖി, എൻ്റെ പിരടുക്കുമീതെ റിദ്വാ, ആ മലയെങ്ങാനും എൻ്റെ തലയിലേക്ക് വീഴുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു പർവ്വതം തലയിലേക്ക് വീഴുന്ന പോലെ. വഉഹിസ്സുക അന്ന ജൗഫി യുശാഖു ബിസ്സിലാഹ്, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളകം ആയുധങ്ങളെ കൊണ്ട് കീറി മുറിക്കപ്പെടുന്ന പോലെ. തഖ്തലിഫു ഫീഹി الرماح والسيوف, വാളുകളും കുന്തങ്ങളും എൻ്റെ വയറിനുള്ളിൽ ആഞ്ഞു വീശിയാൽ എന്തിരിക്കുമോ അങ്ങനെ എനിക്ക് തോന്നുന്നു മോനെ. വകഅന്ന റൂഹി തഖ്റുജു മിൻ തഖ്ബി ഇബ്റ, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ റൂഹ് പുറത്തേക്ക് പോകുന്ന പോലെ ഞാൻ അനുഭവിക്കുന്നു. ഇത് പറഞ്ഞ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ധീരനായ സ്വഹാബി, സ്വഹാബികളിൽ അതിബുദ്ധിമാനിയായിരുന്ന ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്, ചുമരിലേക്ക് മുഖം പൊട്ടിക്കരയാൻ തുടങ്ങി. അത്രയും ഭാഗം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ബാക്കി ഇമാം ഹാക്കിം എന്നവർ മുസ്തദറക്കിലാണ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൻ ചോദിച്ചു, ഉപ്പാ യാ അബതി മാ യുബ്കീക്, ഉപ്പാ നിങ്ങൾ എന്തിനാണ് ഇന്നേരം കരയുന്നത്? അമാ ബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ജന്നഹ്, അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് ലോകത്തിൻ്റെ ഗുരു നമ്മുടെ യജമാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് പറഞ്ഞു തന്നിട്ടില്ലയോ? പിന്നെ എന്തിനാ ഉപ്പ അങ്ങ് കരയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരണാസന്നയായിരുന്ന നേരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചത് ഹദീസിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നരായി കിടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വന്ന് ബഹുമാനപ്പെട്ടവരോട് ആശ്വാസവാക്കുകൾ പറയുന്നത് ഹദീസിലുണ്ട്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ അല്ലേ നിങ്ങൾ ജീവിച്ചത്? എന്തൊക്കെ സ്വർഗവും നാളെ പരലോകത്തെ എത്രയെല്ലാം വിജയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയ്ക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നാളെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, എനിക്കത്രയേ വേണ്ടൂ. സ്വർഗമോ ഉന്നതമായ ലോകങ്ങളോ അതൊന്നും ഇപ്പം എനിക്കൊന്നും ആശ വെക്കാൻ തോന്നുന്നില്ല. പക്ഷേ ലാ അലൈ ലാ ലീ വല അലൈ, എനിക്കൊന്നും വേണ്ട, എന്നാൽ ഞാൻ പരാജയപ്പെട്ടു പോകരുത്, എനിക്കങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇലൈക അന്നി ഇബ്നു അബ്ബാസ്, അബ്ബാസിൻ്റെ മോനെ നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? നിങ്ങൾ എന്നെ ഫിത്നയിലാക്കുകയാണോ എന്ന് ചോദിച്ചു. ആയിഷ ബീവിയുടെ മഹത്വം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ബീവി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇബ്നു അബ്ബാസ് അതൊന്നും ഇപ്പം എന്നോട് പറയല്ലേ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ രംഗം വളരെ ഭീകരമാണ്. ഫലമ്മാ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി മരണാസന്നനായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരമമായ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പാടിയ ഏതാനും ചില വരികളുണ്ട്. ഫലമ്മാ ജഫാ ഖൽബി വളാഖത് മആരിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. അല്ലാഹുവേ, എൻ്റെ
ശരീരമാസകലം ചുരുങ്ങുകയും എൻ്റെ മനസ്സ് സങ്കുചിതമാവുകയും എൻ്റെ മുമ്പിൽ ലോകം ഇരുളടയുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരമമായ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ ഞാനൊന്ന് പ്രതീക്ഷിച്ചോട്ടെ. അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്ന മനോഹരമായ വരികളുണ്ട്. അല്ലാഹുവേ, നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാനിരിക്കുന്ന ജീവിതത്തിൻ്റെ അനിവാര്യമായ ചില ഘട്ടങ്ങളാണത്. ആ സമയത്ത് ജയിക്കുന്നവരാരോ അവരാണ് വിജയി. നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂമർഗ് ആമദ് തബസ്സും ബർലബസ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരുടെ ചുണ്ടുകളിലാണോ മരണസമയത്ത് പുഞ്ചിരി തൂകുന്നത് അവരാണ് സത്യവിശ്വാസി. അല്ലാഹുവേ, നിന്നിലേക്കുള്ള യാത്ര അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിന അസ്അദഹാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിന്നിലേക്ക് യാത്ര തിരിയുന്ന സമയമാക്കി തരയണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കണ്ണുചിമ്മി ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ വാ ബിലാലാ വാ കർബാ, എൻ്റെ സങ്കടമേ, എൻ്റെ വിഷമമേ ബിലാലേ, അങ്ങ് യാത്ര ചോദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വാ ത്വറബാ, എൻ്റെ ആനന്ദമേ, എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷം. ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ, നാളെയല്ലയോ എൻ്റെ കൂട്ടുകാരായ അഷ്റഫുൽ ഖൽക്കിനെയും സ്വഹാബികളെയും ഞാൻ കാണാൻ പോകുന്നത്. എന്തൊരു സന്തോഷമുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, ഞാൻ സന്തുഷ്ടനാണെന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ഹബീബിൻ്റെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടയാളങ്ങളാണ്, ചില സൂചകങ്ങളാണ്. മരണത്തിൻ്റെ ഭീകരമായ രൂപം ദിദ്വാ പർവ്വതം തലയിൽ വന്ന് വീഴുന്ന പോലെ, കുന്തമുനകളും വാളിന്റെ മൂർച്ചയും ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിൽ മുറിവ് വരുത്തുന്ന പോലെ, റൂഹ് ഒരു ഇടുങ്ങിയ സൂചിയുടെ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ചുമരിലേക്ക് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന ധീരനായ സുഹാബിയോട് മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചോദിച്ചു ഉപ്പയോട്, ഉപ്പാ, എന്തിനാണ് നിങ്ങൾ ഈ നേരം ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എത്രയെല്ലാം അങ്ങേക്ക് സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്, എന്തിനാ കരയുന്നത്? മഹാനവറുകൾ കൊടുത്ത മറുപടി വളരെ ദൈർഘ്യമാണ്. മോനെ, ഇന്നി കുൻതു അലാ സുബാഖിൻ സലാസ്, 3 ഘട്ടങ്ങളിലൂടെ മോനെ എൻ്റെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ കുറെ കാലം അല്ലാഹുവിനെ ഓർക്കാതെ ജീവിച്ച ചില കാലഘട്ടങ്ങൾ ഉണ്ടാകും. നമുക്കറിയുക പോലും ഉണ്ടായിരുന്നില്ല അല്ലാഹുവിനെ കുറിച്ച്. 1:30 മണി സമയം, 2 മണി ആയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് നിന്ന്, ഒരു 10-25 വയസ്സിൽ താഴെ. അപ്പോൾ ചെറുപ്പക്കാരൻ പറയായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് നിസ്കാരമൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് എവിടെ നിന്നൊക്കെയോ നന്മയുടെ ചില ശകലങ്ങൾ അറിയാനായത്. അങ്ങനെ ഞാൻ നന്നായി, ഇപ്പോൾ എനിക്ക് നല്ല റാഹത്താണ്. അത് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ കരയുന്ന വക്കിനോടെത്തി കഴിഞ്ഞ കാലത്തെ ചില സങ്കടങ്ങളും ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കണം എന്നറിയാതെ പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ടാകാം യാ അല്ലാഹ്. അത് മാത്രമല്ല, നന്നായി തൗബ ചെയ്തു വന്നു. ആ ചെറുപ്പക്കാരന് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ കണ്ണുകൾ നനഞ്ഞുപോയി. പടച്ചവന് ഇത് എന്തൊരു സൗഭാഗ്യമാണ്. കുറഞ്ഞ കാലമായിട്ടുള്ളൂ ആ ഒരു നന്മയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ട്. അപ്പോഴേക്കും ഹബീബിന് സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി. ചില കാര്യങ്ങളൊക്കെ ചില സ്വപ്ന ദർശനത്തിലൂടെ അള്ളാഹു ഏത് വഴിയിലേക്ക് നീങ്ങണം. കൂടെ ബിദ്അഈ പ്രസ്ഥാനക്കാരുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് വിളിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴിയിലേക്ക് നീങ്ങണം എന്ന ഒരു വിളിയാളം
മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ ഒരു സാന്നിധ്യത്തിലൂടെ ആ ചെറുപ്പക്കാരൻ അറിയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. അങ്ങനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തൗബ ചെയ്ത് വന്ന് നിബിതങ്ങളെ കാണാനുള്ള ഭാഗ്യവുമുണ്ടായി സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ. നമ്മൾ ഒരാളെയും ചെറുതായി കാണരുത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരുപക്ഷെ കുരുത്തക്കേട് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാകാം. അവരെങ്ങാനും നന്നായാൽ അവരെ പിടിച്ചാൽ കിട്ടൂല. അവരല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ദറജയിലേക്ക് ഉയരും. നമ്മളൊന്നും വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും അവിടെ ഈമാനിൻ്റെ ഖനം. എത്ര പെട്ടെന്ന് ഹബീബിനെ സ്വപ്നം കാണാനും ഒരു പ്രശ്നം വരുമ്പോൾ സ്വപ്നദർശനത്തിലൂടെ ആ ചെറുപ്പക്കാരൻ അറിവുകൾ ലഭിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, സാധാരണക്കാരിൽ അതും ഒരു ചെറുപ്പക്കാരൻ, ഒരു കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്, അള്ളാഹു അത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹിദായത്തിന്റെ വഴി ഒരിക്കലും നഷ്ടപ്പെടാതെ അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞുപോയി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അതിലൊന്ന് ജാഹിലിയ്യ കാലം, അറിവില്ലായ്മയുടെ കാലം. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരാം. ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാതെ, ഹിജാബ് എന്താണെന്ന് അറിയാത്ത പെൺകുട്ടികൾ, നിസ്കാരം എന്താ അത് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും പറഞ്ഞതാണ്, പെണ്ണുങ്ങൾക്കൊന്നും നിസ്കാരം പറഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടത്രേ. അല്ലാഹു അലം. ഞാനൊരു ജാഹിലിയ്യത്തിൽ കഴിഞ്ഞ കാലം. ലാ അഹദ ഇൻദി അബ്ഗള മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഞാൻ വെറുക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ കണ്ണിലില്ലായിരുന്നു. അന്നെങ്ങാനും പുണ്യ നബിയെ ഞാൻ എൻ്റെ മുമ്പിൽ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഖതൽതുഹു, ഞാനൊരു പക്ഷേ പുണ്യ നബിയെ വധിക്കുമായിരുന്നു. വലൗ മിത്തു അലാ തിൽകൽ ഹാൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, അങ്ങനെയെങ്ങാനും ഞാൻ മരിച്ചുപോയിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിന്റെ വിറകായി മാറുമായിരുന്നു. പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. തങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് എൻ്റെ മുമ്പിൽ തങ്ങളെ കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വധിക്കുമായിരുന്നു. ഒരു മനുഷ്യരും തങ്ങളെ വധിക്കാൻ പറ്റൂലായിരുന്നു, അത് വേറെ വിഷയം. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബി തങ്ങളെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമെന്ന് റബ്ബിന്റെ വാഗ്ദാനമാണ്. ഒരു മനുഷ്യനും ഹബീബിനെ കൊല്ലാൻ കഴിയില്ല. ഒരുപാട് മലാനുൽ മൗത്തിലൂടെ പുണ്യനബി തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 11 മേർഡർ അറ്റംപ്റ്റ്സ് പുണ്യനബി തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. വധശ്രമം 11 തവണ. വല്ലാഹു യഅസിമുക മിനന്നാസ്. മോനെ, ഞാൻ കരയുന്നത് ഒരു ജാഹിലിയ്യത്തിന്റെ കാലം എന്നിൽ കഴിഞ്ഞുപോയി, അറിവില്ലായ്മയുടെ കാലം. യുവാക്കളെ, നമ്മുടെ ക്യാമ്പസുകളിൽ ഹൈസ്കൂൾ മുതലങ്ങ് ഹയർ സെക്കൻഡറിയിൽ നമ്മള് ഡിഗ്രി തലങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേഷനും വിവിധ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പഠിക്കുന്ന ഒരു അടിച്ചുപൊളിയുടെ കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അന്ന് മദ്യവും ലഹരിയും വ്യഭിചാരവും സാർവത്രികമായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചിരുന്നുവെങ്കിൽ നരകത്തിലേക്ക് പോകുമായിരുന്ന ജീവിതങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ഉമ്മത്തിലെ വഴിതെറ്റ് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവർ, നമ്മുടെ മഹല്ലിലുള്ളവർ. നിസ്കാരങ്ങൾക്ക് ആളുകളെ കിട്ടാത്ത കാലമാണിപ്പോ. കൊറോണയ്ക്ക് ശേഷം ജുമുഅത്ത് പള്ളികളിൽ ജുമുഅക്ക് ആളുകൾ എത്തുന്നില്ല, വേണ്ട വിധം ആളുകൾ എത്തുന്നില്ല എന്ന പരാതി ഒരുപാട് മഹല്ലുകൾ ഇന്ന് കേൾക്കുന്നു. എന്തൊരു വലിയ ദുരന്തമാണ്. നിരുപാധികം കാര്യമായ ഒരു കാരണമില്ലാതെ 3 തവണ ആരെങ്കിലും ജുമുഅക്ക് വരാതിരുന്നാൽ അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീല് വെച്ച് അടച്ചുപൂട്ടുമെന്നും ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടക്കാത്ത വിധം ആ ഹൃദയത്തെ അല്ലാഹു പൂട്ടിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് വന്നിരിക്കുകയും അവിടെ ഇമാം മിമ്പറിൽ നിന്ന് ഓതുന്ന ഖതീബ് ഓതുന്ന ഖുത്ബ മനസ്സിലായില്ലെങ്കിൽ പോലും അതൊരു ദിക്റാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടെ സുംതോടുകൂടെ ആ ഖുത്ബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളും കഴിഞ്ഞ് എഴുന്നേറ്റ് പോരുന്ന ഒരാഴ്ചയിൽ ലഭിക്കുന്ന ഒരു വസന്തം, അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മുഖങ്ങളിൽ അതിന്റെ മ്ലാനത കണ്ടു തുടങ്ങും, ദുഃഖം കണ്ടു തുടങ്ങും, സങ്കടം നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങും. ജീവിതത്തിന്റെ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ജാഹിലിയ്യത്തിന്റെ സ്വഭാവങ്ങളിലൂടെ കഴിയുന്ന ഒരു സാഹചര്യം മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ദിജ്ലയുടെ ഓളങ്ങളിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ
മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ലോകം കണ്ട പ്രഗൽഭനായ സൂഫി വര്യൻ, മുസ്തജാബുദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന അല്ലാഹുവിന്റെ മഹാൻ, ആ വഴിയിലൂടെ നടക്കുമ്പോ ആളുകൾ പറഞ്ഞില്ലേ, മഅറൂഫുൽ ഖർഖി, ഈ ചെറുപ്പക്കാരൊന്ന് നശിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമേ, അവരൊന്ന് നശിക്കാൻ ദുആ ചെയ്യണമേ. മഹാൻ പറഞ്ഞു, അന ദാഇൻ ഫഅമ്മിനൂ, ഞാൻ ദുആ ഇറക്കുകയാണ്, നിങ്ങൾ ആമീൻ പറയണം. അവർ വിചാരിച്ചു മദ്യപിച്ച് മഗ്രിബ് പോലും നിസ്കരിക്കാതെ പാട്ടുപാടി നടക്കുന്ന ആ നൗകയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും മുക്കിക്കൊല്ലണമെന്നായിരിക്കും മഹാൻ പ്രാർത്ഥിക്കുകയെന്ന്. മഹാന്റെ പ്രാർത്ഥന ഉയർന്നു. എല്ലാവരും കൈപൊക്കി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കരങ്ങളാണത്. ആകാശലോകങ്ങളുടെ വാതായനങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സാധാരണം. മഹാൻ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറഹ്. അല്ലാഹുവേ, ഈ ലോകത്ത് ഈ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകിയതുപോലെ, ഈ ലോകത്ത് ഈ ചെറുപ്പക്കാരെ നീ സന്തോഷിപ്പിച്ചതുപോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ. ആളുകൾ അന്തം വിട്ടുപോയി. എന്തിനാണ് ആമീൻ പറയേണ്ടത്? ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ സച്ചരിതരായ ആലിമീങ്ങൾക്ക് ഒരാൾക്കെതിരെയും ശാപവാക്കുകൾ പറയാൻ കഴിയില്ല. അവര് നശിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല. ഓരോ ശരീരവും സ്വർഗത്തിലേക്ക് വരണമെന്ന് കൊതിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സൂഫിവര്യന്മാർ. അവരാണ് യഥാർത്ഥ സൂഫിവര്യന്മാർ, തസൂഫിന്റെ അഹ്ലുകാര്. അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരെ ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ എന്ന് മഅറൂഫുൽ ഖർഖി തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അവർ കള്ളുകൂടിയന്മാരായി മരിക്കണമെന്നാണോ? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണമെങ്കിൽ അവർ മദ്യപാനം നിർത്തണം, നിസ്കാരം തുടങ്ങണം, തൗബ ചെയ്യണം. അള്ളാഹു അവർക്ക് തൗബ ചെയ്ത് നന്നാവാൻ അവസരം കൊടുക്കണമേ എന്നാണ് മഹാൻ പ്രാർത്ഥിക്കുന്നത്, എന്നല്ലാതെ മുക്കിക്കൊല്ലണമേ എന്നല്ല. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. വഴിതെറ്റി ജീവിക്കുന്നവർ, ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവർ, ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ്. ഒരിക്കലും വിചാരിക്കണ്ട. ഒരു ദിക്റിൻ്റെ മജ്ലിസിലോ ഒരു വാദിൻ്റെ മജ്ലിസിലോ വന്നിരുന്ന അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തഖ്വയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകും. നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ ഈമാൻ. പിന്നെ ആ ഒരു യൗവനത്തിൻ്റെ, നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്? ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ കാണുന്നതന്നെ വളരെ ലേറ്റായിട്ടല്ലേ, 2000 ആകുമ്പോഴല്ലേ ശരിക്കതങ്ങ് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിൻ്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത്, വളരെ വലുതാണ്. അന്ന് മരം ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ, ഇപ്പം അതിപ്പോൾ ഡയറക്റ്റ് അല്ലേ. അന്ന് റൊമാൻസാണ്, ഇപ്പം അതൊന്നുമില്ല, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഉണ്ടായൊരു കാലമാണിത്. അപ്പോൾ ചുറുചുറുക്കിൻ്റെ ആ ഒരു പ്രായത്തിൽ പഠിച്ചവനെ എന്താ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ, എന്താ അവൻ നിസ്കരിക്കാത്തത്, എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്, അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആയിരക്ക. അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ. അവരൊക്കെ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തൗബയുടെ ഖനം, അതിൻ്റെ വസന്തം, അതിൻ്റെ സുഗന്ധം വളരെ വലുതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജാലിസു അഹ്ല തൗബ ഫഇന്നഹും അറഖുൻ നാസി അഫ്ഇദ. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. ഇന്നലെ വരെ അവൻ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിന്റെ ഡീലറായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ, ചേർത്ത് പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും, അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ. തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും. അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട. തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അവർക്കത് വേണ്ട. ജാഹിലിയത്തിന്റെ ഒരു കാലം മോനെ ഉപ്പാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ദേഷ്യം പിടിച്ചിരുന്ന കാലമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിലൂടെ പുണ്യനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ സദയം അവരോട് സഹതപിക്കുകയാണ്.
അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എഴുതുന്ന നിരീശ്വരവാദ മതനിരാസ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെങ്ങാനും ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകുകയാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ശുദ്ധത ഒന്ന് വേറെ തന്നെയായിരിക്കും. നബി തങ്ങളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത സ്വഹാബിയാണ് ആളായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വഹാബി ആകുന്നതിന്റെ മുമ്പ് പുണ്യനബിയെ കണ്ടാൽ കൊല്ലണമെന്ന് ബാബരി മസ്ജിദിന്റെ താഴുക കുടങ്ങൾ തച്ചുടക്കാൻ പോയ കർസേവകിൽപ്പെട്ട ഒരാളല്ല ഒന്നിലേറെ ആളുകൾ എത്രയോ മസ്ജിദുകൾ പകരമുണ്ടാക്കി തച്ചുടച്ചതിന് പ്രായശ്ചിത്തം ചെയ്ത് ദീനിന്റെ വഴിയിൽ ദഅവത്തിന്റെ വഴിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോ? ഒരുപക്ഷെ അവർക്കറിയാത്തത് കൊണ്ട് ഈ വെളിച്ചത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ജാഹിലിയത്തിന്റെ ആ ഒരു സ്വഭാവത്തിലെങ്ങാനും മോനെ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ വിറകായി ഞാൻ മാറുമായിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടാ കരയുന്നത്. ثم وضع الله الاسلام في قلبي, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഇസ്ലാമിന്റെ മധുരം തന്നു. ആ മധുരം നമ്മൾ തേടി പുറപ്പെട്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്നത് പോലെയല്ല, നാം അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിയുന്നത്. ജനിക്കുമ്പോഴേ മുസ്ലിമാകുന്ന ഒരാൾക്ക് ഇസ്ലാമിന്റെ മധുരമറിയാൻ കഴിയണമെന്നില്ല വേണ്ട വിധം. എന്നാൽ ഇസ്ലാം അന്യമായിരുന്ന ഒരാൾ അത് തേടിപ്പിടിച്ച് ആ മധുരം നുകരുമ്പോൾ, കലിമ ചൊല്ലുമ്പോൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടില്ലേ? പൊട്ടിക്കരയും അവര്. അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു ഏറ്റുപറയും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞാൽ അവർ പൊട്ടിക്കരയും. എന്തിനാണ് ആ കരച്ചിലെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട്. അറിയുന്നില്ല. എന്തെന്നില്ലാത്തൊരനുഭൂതി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു, എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം. നമ്മൾ ആർക്കും അത് അറിഞ്ഞിട്ടില്ല. ഉമ്മയുടെ ഉദരത്തിലൂടെ മുസ്ലിമായൊരു കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ വില നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല അതിൻ്റെ വില എന്താണെന്ന്. അതറിയാത്തവർക്ക് സുജൂദിൻ്റെ മധുരമറിയാം, സുജൂദിൻ്റെ ആനന്ദമറിയാം. പാതിരാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിൻ്റെ മാധുര്യം അത് കിട്ടിയിട്ടില്ലാത്തവർക്കറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കലും നിസ്കരിക്കാതെ നടന്ന് പിന്നീട് നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്ന, തൗബ ചെയ്ത് മടങ്ങി വരുന്ന ഒരു മുസ്ലിമിന്, പാപിയായി നടന്ന ഒരാൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം പോലെ ഒരുപക്ഷെ അങ്ങനെ ഒരേ വഴിയിലൂടെ കടന്നു വരുന്നവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. കിട്ടില്ല എന്നല്ല പറയുന്നത്. അത്തരം ആളുകൾ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ വൈകിപ്പോകും. എൻ്റെ കയ്യിലുള്ളത് മാണിക്യമാണ്, മുത്താണ്, പവിഴമാണ്. മോനെ, അല്ലാഹു അതിനുശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എന്നെ വഴിമാറ്റുകയാണ്. ثم وضع الله الاسلام في قلبي فاتيت رسول الله, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് ചെന്നു. പുണ്യനബിയോട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യദക ഉബായിഉക, നബിയേ അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണമേ, ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ച് എനിക്ക് ബൈഅത്ത് ചെയ്യണം, അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണം. പുണ്യനബി കൈ നീട്ടിക്കൊടുത്തു. അംർ ഇബ്നുൽ ആസ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു തങ്ങൾ കൈ നീട്ടിയപ്പോൾ അംർ ഇബ്നുൽ ആസ് എന്നവർ കൈവലിച്ചു. തങ്ങൾ ചോദിച്ചു, യാ അംറു ബായ, അംറേ നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? ചെയ്യാം നബിയെ, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. യാ റസൂലല്ലാഹ് ഉരീദു അൻ അശ്തരിത്, എനിക്കൊരു ഷർത്തുണ്ട്, എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുമെങ്കിൽ ഞാൻ കൈനീട്ടിത്തരാം. തങ്ങൾ ചോദിച്ചു, തശ്തരിതു മാദാ, എന്താണ് അംറേ നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? അശ്തരിതു അൻ യുഗ്ഫറ ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരണം നബിയേ. എനിക്ക് അത്രയേ വേണ്ടൂ, എനിക്ക് മാപ്പ് വേണം, എനിക്ക് അല്ലാഹു മാപ്പ് തരണം നബിയേ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ലഹ, നിങ്ങൾക്കറിയില്ലയോ അംറേ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെല്ലാം നിരുപാധികം അല്ലാഹു മാപ്പ് ചെയ്തു കളയുമെന്ന് അംറേ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വഅന്ന തൗബത തജുബ്ബു മാ കാന ഖബ്ലഹാ, തൗബ ചെയ്താൽ തൗബക്ക് മുമ്പുള്ള തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് അംറേ നിങ്ങൾ കേട്ടിട്ടില്ലേ?
വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്ന് കേട്ടിട്ടില്ലയോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫബസത്തു യദി, ഞാൻ ഹബീബിന് വേണ്ടി കൈ നീട്ടിക്കൊടുത്തു. ഫബായഅതുഹു, ഹബീബിന് ഞാൻ ബൈഅത്ത് ചെയ്തു. സമഅൻ വതആഅ, പുണ്യനബി അനുസരിക്കുമെന്നും ഹബീബിന്റെ കൂടെ നിൽക്കുമെന്നും ഞാൻ ഹബീബിന് വാക്ക് കൊടുത്തു. ഫഖദഫല്ലാഹു ഹുബ്ബഹു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ പുണ്യനബിയോടുള്ള സ്നേഹം അല്ലാഹു എൻ്റെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തന്നു. ഖൽബിൽ എന്തെന്നില്ലാത്ത സ്നേഹം ഹബീബിനോട്. മഹാൻ പറയുമായിരുന്നു, മാ കുൻതു അസ്തതീഉ അൻ അംലഅ ഐനി ഐനയ്യ മിൻഹു, പുണ്യനബിയെ എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും നോക്കി നിന്നുകൊണ്ട് കണ്ണ് നിറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. തങ്ങളോടുള്ള സ്നേഹം കാരണം ആ മുഖത്ത് സ്നേഹവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റേത് ജമാലു മാത്രമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖിൻ്റേത് ജമാലും വഖാറും കൂടിയ ഭംഗിയാണ് ഹബീബിൻ്റേത്. Whoever met him for the first time would be filled with awe. ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരാൾ ഹൃദയത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം അവരുടെ മുഖത്ത് നേടിക്കുമായിരുന്നു. ഹബീബിനെ കണ്ടാൽ കാണുമ്പം തന്നെ അങ്ങനെയായിരുന്നു. He was benevolent, lavishly generous, exceedingly truthful and kind-hearted. പുണ്യനബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ ഗിബ്ബൺ വിവരിച്ചുകൊണ്ട് പറയാ, എത്രത്തോളം സൗമ്യഹൃദയനായിരുന്നു, എത്ര ദയാലുവായിരുന്നു, എത്ര ഉദാരമനസ്കതയുള്ളവരായിരുന്നു പുണ്യനബി. Whoever met him for the first time would be filled with awe. ആരെങ്കിലും ഹബീബിനെ ഒറ്റത്തവണ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ബഹുമാനവും ഭയവും ഹൃദയത്തിൽ നിറയുമായിരുന്നു. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലാണ് ഗിബ്ബൺ എടുത്തുദ്ധരിക്കുന്നത്. മഹാനായ അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മുഹാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന, അബൂഹാലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം. അപ്പോൾ പുണ്യനിബിതങ്ങൾ അങ്ങനെയാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാ, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സ്നേഹം വിട്ടു തന്നു ഹബീബിനോട്. നമ്മുടെയൊക്കെ കൽബിൽ അത് നിറയെ അല്ലാഹു ഇട്ട് തരട്ടെ. ആ ഹൃദയം പുണ്യനബിയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ട്. അത് ഈ സദസ്സിന് എഴുന്നേൽക്കുമ്പം തന്നെ നമുക്കത് കിട്ടിയിരിക്കണം. കൽബിലേക്ക് ഹബീബിനെ ആവാഹിക്കുക, പുണ്യനബി തങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയുമായിരുന്നു, ഹുദൈഫ ഹുദൈഫ ലൗ കാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനനാ, ഞങ്ങൾക്കിടയിൽ ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലഹമൽനാഹു ഫൗഖ അക്താഫിനാ, പുണ്യനബി തങ്ങളെ മണ്ണ് തൊടാൻ അനുവദിക്കാതെ പുണ്യ ഹബീബിനെ ഞങ്ങൾ തോളിലേറ്റ് നടക്കുമായിരുന്നു. ഹുദൈഫ, ഞങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. ഹബീബിനെ കാണാതെ വന്ന ഒരു സങ്കടം താബിഈങ്ങൾ പറയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളെ നോക്കി താബിഈങ്ങൾ പറയുമായിരുന്നു, തൂബാ ലിഐനൈൻ റഅതാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ. അബൂദർദാ, ഷാമിലാണ് അബൂദർദാ തങ്ങളുടെ അവസാന കാലം. മഹാൻ അവിടുത്തെ അമീറായിരുന്നു. സ്വഹാബിയായ അബൂദർദാ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയും, സ്വഹാബിയായ അബൂദർദാ, നിങ്ങളുടെ ആ രണ്ട് കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ഹബീബിനെ കാണാൻ കഴിഞ്ഞ കണ്ണുകളല്ലയോ അത്. നമുക്ക് മനസ്സിൽ ആശ വരണം, കൊതി വേണം. ഇന്ന അശദ്ദന്നാസി ഹുബ്ബൻ ലീ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ വരാൻ പോകുന്ന സമൂഹങ്ങളാണെന്ന് പുണ്യനബി. യവദ്ദു അഹദുഹും ലൗ യറാനി ബിമാലിഹി വഅഹ്ലിഹി വവലദിഹി, സ്വന്തം മക്കളും സമ്പത്തും കുടുംബവും ഇട്ടേച്ചു കൊടുത്താൽ പുണ്യനബിയെ കാണിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്നാൽ പോലും എനിക്ക് ഹബീബിനെ കണ്ടാൽ മതി എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്നവർ അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് ചൊല്ലണല്ലേ? ഉണ്ടല്ലോ അല്ലേ? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക.